സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ രോഗികളെ നിലത്ത് കിടത്തി ചികിത്സിക്കുന്ന രീതി അവസാനിപ്പിക്കുന്ന രണ്ടാമത്തെ ജില്ലയായി കോട്ടയം മാറാൻ പോവുകയാണെന്ന് ദേവസ്വം ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരൻ പ്രഖ്യാപിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ വികസനത്തിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നൽകിയ സംഭാവനകൾ വലുതാണെന്നും വയനാട്, ഇടുക്കി ഉൾപ്പെടെയുള്ള പിന്നാക്ക ജില്ലകളിൽ മെഡിക്കൽ കോളേജുകൾ എത്തിച്ച അദ്ദേഹത്തിന്റെ അവശേഷിക്കുന്ന സ്വപ്നങ്ങളും ആശയങ്ങളും യാഥാർത്ഥ്യമാക്കുക എന്നത് ആരോഗ്യവകുപ്പ് ഏറ്റെടുത്ത വലിയൊരു വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും പരിഹരിക്കുന്നതിനായി പൊതുജനാഭിപ്രായം സ്വരൂപിക്കാൻ സംഘടിപ്പിച്ച ആരോഗ്യവകുപ്പിന്റെ ജില്ലാതല ജനസമ്പർക്ക പരിപാടിയായ കായകൽപ്പം കോട്ടയം CMS കോളേജ് ഗ്രേറ്റ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് കേരളത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത്. അധികമാണ് കോട്ടയം ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകൾക്ക് നേതൃത്വം നൽകിയ പോരായ്മകൾക്ക് പരിഹാരം നിർദ്ദേശിച്ചതാണ്. വയനാട് പോലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വയനാടും ഇടുക്കിയിലും മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നത് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതേ പാതയിലൂടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ അവശേഷിച്ച സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുക എന്നതാണ് ആരോഗ്യവകുപ്പ് ഏറ്റെടുത്തിട്ടുള്ള ഒരു ചലഞ്ച്. ഞങ്ങളത് ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ആശയങ്ങൾ അത് പ്രാവർത്തികമാക്കുക. ഏതായാലും ഞാൻ ഇന്നൊരു കാര്യം സന്തോഷത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിലത്ത് രോഗികളെ കടത്തുന്ന ഏർപ്പാട് അവസാനിപ്പിക്കുന്ന രണ്ടാമത്തെ ജില്ലയായി കോട്ടയം ജില്ല മാറി. എയിംസ് സ്ഥാപിക്കുന്നതിനായി വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ സ്ഥലവും പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പാമ്പാടി താലൂക്ക് ആശുപത്രിക്ക് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. സമ്മേളനത്തിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജനസമ്പർക്ക പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. അതിനേക്കാൾ അപ്പുറത്ത് അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന എക്സിക്യൂട്ടീവ്, അതിന് താഴെയുള്ള ജനങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് സഹകരിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകൂ എന്ന് തന്നെയാണ് എൻ്റെ പരമായ വിശ്വാസം. ആ രൂപത്തിന് വേണ്ടിയുള്ള തുടക്കമാണ് കായകൽപ്പം എന്ന് ഞാൻ കണക്കാക്കുകയാണ്. അതോടുകൂടി കേരളത്തിൽ നമുക്കൊരു പുതിയ സമീപനമുണ്ട്. നമ്മുടെ സമീപനം പുതിയ കേരളം, ഈ ആധുനികമായ വെല്ലുവിളികളെ നേരിടാൻ കഴിയുന്ന പ്രാപ്തമായ രൂപത്തിലുള്ള കേരളം, നമ്മുടെ സമൂഹത്തിന്റെ വേദനയും ദുഃഖവും വിഷമവും മാറ്റുന്നതോടൊപ്പം സമ്പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കേരളമാക്കി കേരളത്തെ മാറ്റണം. അതിനുള്ള യാത്രയുടെ തുടക്കമാണിത് എന്ന് ഞാൻ കണക്കാക്കുകയും ചെയ്യുകയാണ്. ചടങ്ങിൽ ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ വികസനത്തിനായി മണ്ഡലത്തിലെ ജനപ്രതിനിധിയായ ചാണ്ടി ഉമ്മൻ MLAയും ജില്ലയിലെ മറ്റ് ജനപ്രതിനിധികളും നിരന്തരം ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെടുകയും ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് മന്ത്രി പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. പൊതുജനാരോഗ്യ മേഖലയിലെ പശ്ചാത്തല സൗകര്യങ്ങളുടെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും അപര്യാപ്തത, സാമ്പത്തിക കുടിശ്ശിക, ജീവനക്കാരുടെ കുറവ്, പകർച്ചവ്യാധി നിയന്ത്രണത്തിൽ പോരായ്മകൾ എന്നിവ പരിഹരിച്ച് സമഗ്രമായ ആരോഗ്യ വികസന പദ്ധതി തയ്യാറാക്കുകയാണ് കായകൽപ്പം പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് നേരിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചടങ്ങിൽ സ്വരൂപിച്ചു. MPമാരായ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ്, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, ജോസ് കെ മാണി, MLAമാരായ മാണി സി കാപ്പൻ, ചാണ്ടി ഉമ്മൻ, നാട്ടകം സുരേഷ്, വിനു ജോബ് കുഴിമണ്ണിൽ, റോണി കെ ബേബി, MJ സെബാസ്റ്റ്യൻ, കെ ബിനിമോൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ്, നഗരസഭാധ്യക്ഷൻ MP സന്തോഷ് കുമാർ, ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫ്, ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ V മീനാക്ഷി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.